ഇനിയൊരു കഥ ചൊല്ലട്ടുമാ. കശ്മീരിനെ പറ്റിയും വടക്കൻ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരെയും പറ്റിയാണ്. സ്കൂളുകളെയും സാധാരണക്കാരുടെ സ്നേഹത്തെയും കുറിച്ചാണ്. എന്നാൽ ഈ കഥ പറയുന്നത് ഞാനല്ല, ശ്രുതിയുമല്ല കേട്ടോ. PT മുഹമ്മദ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊടുംകാടിനുള്ളിലൊരു ഗ്രാമം, കഥ പറയാം. ഞാൻ PT മുഹമ്മദ്. ഇന്ത്യയിലെ ഏകദേശം 10-20 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുകയും അവിടുത്തെ സംസ്കാരങ്ങളും ജീവിത രീതികളും ഗ്രാമീണ കാഴ്ചകളും ചിത്രീകരിക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊരു നിരന്തര യാത്രക്കാരനൊന്നുമല്ല, പകരം ഒരു നിയോഗം എന്ന പോലെ യാത്രകൾ എന്നിലേക്ക് എത്തിച്ചേർന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ബേസിക്കലി ഞാനൊരു UI/UX ഡിസൈനറാണ്. എൻ്റെ ജോലി ആവശ്യാർത്ഥമാണ് ഞാൻ ആദ്യമായി 2021 ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. പിന്നീട് ഡൽഹിയുടെ നഗരവീഥികൾക്കപ്പുറമുള്ള ഗ്രാമീണ കാഴ്ചകളിലേക്കൊന്ന് എത്തിച്ചേരണം എന്ന ആഗ്രഹത്തിൻ്റെ പിറകിലാണ് ഏകദേശം 3 വർഷം മുമ്പ് യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്നു. ഗ്രാമീണ കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത് ആളുകളുടെ നിഷ്കളങ്കമായ സ്നേഹവും ആതിഥേയത്വമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരിൽ നിന്നും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഗ്രാമങ്ങളിൽ എത്തിച്ചേരുന്നതും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതൊക്കെ എന്ന്. അവർക്കും താല്പര്യമുണ്ട്. അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയാറുള്ളത്, ഒരു ഗ്രാമീണനെ നിങ്ങൾ നിഷ്കളങ്കമായി പരിചയപ്പെടുക, തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും എന്നാണ്. 2 വർഷം മുമ്പ് ഒരിക്കൽ ഹരിയാനയിലെ ഒരു ഉൾഗ്രാമത്തിൽ അവിടുത്തെ സർക്കാർ സ്കൂൾ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഏകദേശം 10-12 അധ്യാപകരും 30 വിദ്യാർത്ഥികളും. ഈ കണക്കിലൊരു കൗതുകം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അധ്യാപകർ പറഞ്ഞു, ഏകദേശം 500-ലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്ത സ്കൂളാണ്, പക്ഷേ ദിനേന വരുന്നത് 50-ൽ താഴെ മാത്രം കുട്ടികളാണ്. ഈ കുട്ടികളൊന്ന് സ്ഥിരമായി സ്കൂളിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അധ്യാപകരുടെ ദയനീയമായ ചോദ്യം അപരിചിതരായ ഞങ്ങളോട്. അങ്ങനെയാണ് ആ ഗ്രാമത്തിൽ ആദ്യമായി ഒരു ലേണിംഗ് സെൻറ്റർ ഞാൻ ആരംഭിക്കുന്നത്. പിന്നീട് വിവിധ ഗ്രാമങ്ങളിൽ ലേണിംഗ് സെൻറ്ററുകൾ ആരംഭിച്ചു. ബാക്ക് ടു സ്കൂൾ, കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതായിരുന്നു ഈ ലേണിംഗ് സെൻറ്ററിലെ ഒരു ലക്ഷ്യം. നിരവധി കുട്ടികൾ അങ്ങനെ എത്തിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് തോന്നി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിടുക്കരായ കുട്ടികളെ ഒരിടത്ത് കൊണ്ടുവന്ന് റെസിഡൻഷ്യലായി പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഒരു റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്വപ്നം എൻ്റെ മനസ്സിൽ വരുന്നത്. ഹരിയാനയിൽ സുഡാക്കയിൽ ആന്താക്ക എന്നൊരു ഗ്രാമത്തിൽ അതിന് കുറഞ്ഞ സ്ഥലം 3 ഏക്കർ വാങ്ങുകയും നിലവിൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 കെട്ടിടം അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. എൻ്റെ വീഡിയോകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവയിൽ ഒന്ന് കശ്മീരിലെ ഗ്രാമീണ ജീവിതവും മറ്റൊന്ന് ഉത്തരാഖണ്ഡിലെ ബഗ്ഗ എന്ന കാടിനുള്ളിലെ ഗ്രാമവും ഒക്കെയാണ്. കഥ പറയാം. പേരിന് പോലും നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരിടം, നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ് അങ്ങനൊരു ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യരെക്കുറിച്ചും ആതിഥ്യ മര്യാദകളെയും മൺവീടുകളെയും അവരുടെ നാടൻ ഭക്ഷണ രീതികളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത്.